ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കുറച്ച് പൊടി ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് തോരനാണ് വെക്കുക നമ്മളിവിടെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. അപ്പോൾ ആദ്യമേ നമ്മളിതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കുറച്ച് സവാള, 2 കൊച്ചുള്ളി, തക്കാളി ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ സവാള അപ്പോൾ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഉപ്പ്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി നമുക്ക് കഴിയാറായി കേട്ടോ. നമ്മൾ ഉള്ളത് തട്ടിയിടുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ നമുക്കൊരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. മുളക് പൊടി ഇത് ഏകദേശം ഒരു മഞ്ഞ കളറിലിരിക്കുന്ന കാണാനാണ് ഈ കറി ഭംഗി. അപ്പോൾ പിന്നെ നമ്മളിടുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ മതി ഇതൊക്കെ. ഇനി നമുക്കിത് ഇതിനകത്തുനിന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണേ. പിന്നെ ഇതൊന്ന് നന്നായിട്ട് പച്ച ചുവ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അരപ്പിനകത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഉപ്പ് ചേർത്തത്. ഇനി നമുക്ക് അരപ്പും കൂടെ ഒക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് വേണോ വേണ്ടേ എന്നുള്ളത് നോക്കാം. നമുക്കൊരു കാര്യം അടിയാൻ വിട്ടു കേട്ടോ, കറിവേപ്പില വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഈ അരപ്പിനകത്ത് നമ്മൾ തേങ്ങ, 1 മുറി തേങ്ങ, പിന്നീട് നമ്മളെ കാന്താരി മുളക് ഒരു 4-5 എണ്ണം, പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഒരു 2 കൊച്ചുള്ളി, ഒരു 3-4 വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അരപ്പെടുത്തേക്കുന്നത് കേട്ടോ. അധികം വെള്ളം വേണ്ട, കാരണം ഇതിപ്പോൾ നമ്മൾ ഈ ഞണ്ടിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം വേണ്ട. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതഞ്ഞിടന്നതും കൂടി ഇടുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ അരപ്പിട്ടപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. ബാക്കിയുള്ള അരപ്പം നമ്മൾ കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാൻ. ഇപ്പം ഏകദേശം ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം അവസാനം നമുക്ക് കറി പറ്റുമ്പോഴും ജസ്റ്റ് ഒന്ന് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് ലോയിൽ വെച്ചിരുന്നതാണ്. ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞന്മാരെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുഞ്ഞു ഞണ്ടാണ് കേട്ടോ, പക്ഷേ ഇതിന് മുട്ട വന്നിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം മെച്യൂർഡ് ആയിട്ടുള്ള ഞണ്ട് തന്നെയാണ്. പല വെറൈറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചെറിയതായിട്ട് വലിയ സൈസ് വരാത്ത കുഞ്ഞു ഞണ്ടായിരിക്കും. അതിൻ്റെ അകത്തൊരു വലിയ ഞണ്ടിൻ്റെ കാല് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് വെള്ളം പോലെ ഉണ്ടപ്പോൾ ഞാൻ കരുതി അകത്തൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ, മാംസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനതങ്ങ് ഇട്ടു. ഇത് 2 ഇടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, ഇച്ചിരി ഉള്ളായതുകൊണ്ട് ഞാൻ പിന്നെ 2 ഇടാൻ നോക്കിയില്ല. കണ്ടോ, ഇതിനകത്ത് മുട്ടയുണ്ട്. അയ്യോടാ, അതങ്ങ് പോയി. അതായത് കണ്ടോ, നമ്മുടെ ഞണ്ടിൻ്റെ മുട്ട അതുണ്ട്. അപ്പം ഇവന്മാർ അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ഞണ്ട് തന്നെയാണ്, അല്ലാതെ വലിയ ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളല്ല. സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ക്രാബ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി, ഒരുപാട് ഇളക്കാനും പറ്റത്തില്ല, കാരണം ഞണ്ടൊക്കെ അതിൻ്റെ ഷെൽഡായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് താത്ത് വെച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും. വേവിച്ചത് തോരൻ പോലെ നന്നായി പറ്റണം. ഓക്കെ, നമ്മൾ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ, അതായത് ഇച്ചിരി കുരുമുളക് പൊടി ഇതും കൂടി ഇടുകയാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പൊടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, പൊടി തീർന്നിരിക്കുകയായിരുന്നു. ഇതും കൊണ്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുകയാണേ. ഇപ്പോൾ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഫൈനലി സുഹൃത്തുക്കളെ, നമ്മുടെ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാണ്, എങ്കിലും നമ്മുടെ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തിളയ്ക്കുന്നത്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.